ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു റാഫീസ് വ്ളോഗ്. അപ്പോൾ ഗൈസ്, നമ്മൾ അറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ, ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണ്. ബിഗ് ബോസ് സീസൺ 6. അതായത് നമ്മൾ ഏറ്റവും നല്ല കണ്ടസ്റ്റൻറ്റ്, ഏറ്റവും നല്ല നമ്മൾ കണ്ടന്റ് തരുന്ന, ബിഗ് ബോസിൽ കണ്ടന്റ് തരുന്ന കണ്ടസ്റ്റൻറ്റിനെയാണ് ഇവർ ഓരോ ആഴ്ചയിൽ പുറത്താക്കുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ രതീഷ് നല്ല കണ്ടന്റ് തരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ റോക്കീൻ്റെ ഒരു ഫൈറ്റ് കൊണ്ട് തന്നെയാണ് പുറത്തായത്. ഈ ബിഗ് ബോസിൻ്റെ റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവന് ചെയ്തത്. പിന്നെ ഒരാളെ ഇടിക്കുക എന്നൊക്കെ പറഞ്ഞാലില്ലേ, ഇവരെ എഗ്രിമെൻ്റ്, ഇവർ റൂൾസിനെതിരാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ കണ്ടില്ല, അതേപോലെ റോക്കി പോയി, പിന്നെ റോക്കിൻ്റെ അടി കൊണ്ട് സിജോയും പുറത്താണ്. അപ്പോൾ 4 ആഴ്ചക്ക് ശേഷം ബിഗ് ബോസിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഒരു 4 ആഴ്ചക്ക് ശേഷമുള്ള എപ്പിസോഡാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇവർ ബാക്കിയുള്ളവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒക്കെ ഒരു വഴക്ക് കൂടുന്നതും, അതുപോലെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇതിൽ കിട്ടുന്നില്ല എന്നാണ് നമ്മളതിൽ കാണുന്നത്. ഇപ്പോൾ അവിടെയുള്ള കണ്ടസ്റ്റൻറ്റിൽ ഇനിയിപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷനും കൂടി ബിഗ് ബോസിലുണ്ട്, അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ വൈൽഡ് കാർഡ് എൻട്രിയിൽ നല്ലൊരു കണ്ടസ്റ്റൻറ്റ് വന്നാൽ ബിഗ് ബോസ് ഒന്നുകൂടി ആൾക്കാർക്ക് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. ഇതിപ്പോൾ കണ്ടന്റ് ഇപ്പോൾ ബിഗ് ബോസ്, അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻറ്റിൽ സത്യം പറഞ്ഞാൽ ഒരാൾ പോലും നമുക്ക് കറക്റ്റായിട്ട് ഒരു 100 days നിൽക്കുന്ന ആൾ എന്ന് പറയാൻ ഒരു കണ്ടസ്റ്റൻ്റ് പോലും അതിലില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ജാസ്മിൻ, ഗബ്രിയൽ, അതുപോലെ പിന്നെ നമ്മുടെ ജിൻഡോ. ഇപ്പോൾ ജിൻഡോ 2 ആഴ്ചക്ക് ശേഷം ഒന്ന് ആക്റ്റീവായിട്ട് കണ്ടത് ഇപ്പോഴാണ്. ആദ്യം പറഞ്ഞ ഫസ്റ്റ് വീക്കിൽ, സെക്കൻഡ് വീക്കിലൊക്കെ ജിൻഡോ ഇങ്ങനെ നമ്മൾ ഒന്നും മിണ്ടാതെ സംസാരിക്കാതെ വെറുതെ ഒരു ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ 2 ആഴ്ചക്ക് ശേഷം കുറച്ചും കൂടി ആക്റ്റീവായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും, എല്ലാത്തിലും പോയി തലയിടുക, എല്ലാത്തിനും അഭിപ്രായം പറയുക, അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ ഇന്നലെ തന്നെ എപ്പിസോഡിൽ കാണാം, ചെറിയൊരു കാര്യത്തിനാണ് ഫൈറ്റ് ചെയ്ത് അത്ര സമയം ഒരു 15-30 മിനിറ്റ് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ജിൻഡോ കുറച്ചുകൂടി നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ വൈൽഡ് കാർഡ് എൻട്രിയിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് വരണം, അതാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ, കുറച്ചും കൂടി നല്ല കളിക്കുന്ന ആൾക്കാർ, കുറച്ചും കൂടി കണ്ടന്റ് തരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്. കുറച്ചും കൂടി കണ്ടന്റ് തരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ബിഗ് ബോസിൽ ഇല്ല, അവരൊക്കെ ഇപ്പോൾ ഔട്ടായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന കണ്ടസ്റ്റന്റിൽ ഒരാൾ പോലും ഒരു 100 ദിവസം 100 days ബിഗ് ബോസിൽ നിൽക്കുന്ന ആൾ എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. ബിഗ് ബോസ് കാണുന്ന ഒരാളെന്ന് രീതിയിൽ എൻ്റെ അഭിപ്രായം, ഇപ്പോൾ കാണുന്ന കണ്ടസ്റ്റന്റിൽ ഒരാൾ പോലും 100 days ബിഗ് ബോസ് ട്രോഫിക്കോ കാര്യങ്ങൾക്കോ അർഹരായവരല്ല. വൈൽഡ് കാർഡ് എൻട്രിയിൽ ഇനി വന്നാൽ നമുക്ക് കാണാം അവരെ കാര്യങ്ങൾ. അതല്ലെങ്കിൽ ഇപ്പോൾ റോക്കിയൊക്കെ ഏകദേശം ഒരു 90% 90% 100 days നിൽക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു. കാരണം വെച്ചാൽ അവൻ്റെ കുറച്ച് വാശിയും കാര്യങ്ങളും ഫൈറ്റൊക്കെയാണ് ഇതിൽ നിന്ന് മാറേണ്ടി വന്നത്. പിന്നെ സിജോനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിജോ ഏകദേശം ഓക്കെ ആണ്. സിജോ ഏകദേശം ഒരു നല്ലൊരു ഗെയിമറാണ് എന്ന് പറയാം.